നമസ്കാരം. ദ പവർ ഓഫ് നൗ, ഈ സമയത്തിന്റെ ശക്തി, നൗ പ്രസന്റ്, അതിന്റെ ശക്തിയെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതേക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് ദ പവർ ഓഫ് നൗ ബൈ എക്കാർട്ട് ടോളെ. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പവർ ഓഫ് നൗ, ഈ സമയം, അതിന്റെ വില എത്രമാത്രമാണ്. എക്കാർട്ട് ടോളെ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിലെ കുറേ വർഷങ്ങൾ, 25-30ഓളം വർഷങ്ങൾ സ്ട്രഗിൾ ചെയ്ത ആളാണ്. പല രീതിയിലുള്ള പരാജയങ്ങൾ, അസുഖങ്ങൾ, അപകടങ്ങൾ ഇതെല്ലാം അതിജീവിച്ച് അദ്ദേഹം ഒരു സ്പിരിച്വൽ എൻലൈറ്റൻമെന്റിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ, ഇന്നിൽ ജീവിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അങ്ങനെ ജീവിച്ചാൽ മാത്രമേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ. ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് ആശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് പവർ ഓഫ് നൗ, ഇന്നിന്റെ ശക്തി. എക്കാർട്ട് പറയുകയാണ്, കുറേയധികം ആളുകളെല്ലാം പാസ്റ്റിൽ ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ, കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മിസ്റ്റേക്കുകളെല്ലാം ഉണ്ടായിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ആകുലപ്പെടുകയും സ്ട്രെസ്സും ടെൻഷനും എല്ലാമായി ജീവിക്കുന്ന ആളുകളുണ്ട്. കുറെ ആളുകൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ജീവിക്കുകയാണ്. നാളെ എന്താകും? നാളെ പൈസ ഉണ്ടാകുമോ? നാളെ ജോലി ഉണ്ടാകുമോ? നാളെ രോഗം വരുമോ? ഇങ്ങനെയുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആങ്സൈറ്റി, ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. എന്നാൽ മൂന്നാമതൊരു കാര്യമുണ്ട്, പ്രസന്റ്. ഇന്നെന്താണ് സംഭവിക്കുന്നത്? ഇന്നിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി തയ്യാറാകാൻ ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്ത. ഈ ചിന്തയോടെ ജീവിക്കേണ്ടതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ എക്കാർട്ട് ടോളെ പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇന്നിൽ ജീവിക്കാൻ കഴിയാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ നാം നാളെ ജീവിക്കുന്നതിലോ അല്ലെങ്കിൽ ഇന്നലെ ജീവിക്കുന്നതിലോ കാരണം എന്ന് പറയുന്നതിന്റെ ഫണ്ടമെന്റൽ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണ്. നമ്മുടെ ഈഗോയാണ് എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. ഈഗോയിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത്, ഈഗോയിൽ നിന്നാണ് ഉത്കണ്ഠ ഉണ്ടാകുന്നത്, ഈഗോയിൽ നിന്നാണ് നമുക്ക് ഫ്രസ്ട്രേഷനും ആശങ്കയും എല്ലാം ഉണ്ടാകുന്നത്. കാരണം സ്വയം, എനിക്ക്, എൻ്റെ കാര്യം, ഞാൻ തുടങ്ങിയ ചിന്തകൾ കുറെ കൂടി അധികമായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിനുവേണ്ടി നാം കൂടുതൽ ആകുലപ്പെടുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അസൂയപ്പെടുന്നത്? അസൂയപ്പെടുന്നതെന്ന് വെച്ചാൽ മറ്റൊരാൾക്കുണ്ട്, എനിക്കില്ല. അപ്പോൾ ഞാൻ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ആകുലപ്പെടുന്നത്? കാരണം എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണ്. എല്ലായിടത്തും സ്വയം, ഞാൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നാം ആകുലപ്പെടുകയാണ്. അപ്പോൾ എക്കാർട്ട് ടോളെ പറയുന്നത്, ഈ ഈഗോ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വയം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്ന് ജീവിക്കാൻ നമ്മെ ഇടയാക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം. യു ആർ ദ സ്ലേവ് ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിന്റെ ഒരു അടിമയാണോ നിങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മനസ്സിലാണ് എല്ലാ ചിന്തയും വരുന്നത്. ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത്, അമിത ചിന്ത ഉണ്ടാകുന്നത്, അസൂയ ഉണ്ടാകുന്നത്, ആർത്തി ഉണ്ടാകുന്നത്, അത്യാഗ്രഹം ഉണ്ടാകുന്നത്, അഹങ്കാരം ഉണ്ടാകുന്നത് എല്ലാം മനസ്സിലാണ്. അപ്പോൾ മനസ്സിന്റെ അടിമയാണോ നാം? മനസ്സ് എങ്ങനെ ചിന്തിക്കണം, മനസ്സ് എങ്ങനെ പെരുമാറണമെന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ മനസ്സ് ചിന്തിക്കുന്ന പോലെ നാം ജീവിക്കുകയാണോ? അതുകൊണ്ട് ഇതിന് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പല ചിന്തകളിലും പറയാറുണ്ട്. എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുക? എൻ്റെ മനസ്സിൽ ഈഗോയെ മാറ്റി, അസൂയയെ മാറ്റി, അല്ലെങ്കിൽ അത്യാഗ്രഹത്തെ മാറ്റി, ആകുലതയെ മാറ്റി പോസിറ്റീവായ ചിന്തയെ കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കുമോ? അതോ മനസ്സിലുള്ള എല്ലാ ചിന്തയെയും ഞാൻ താലോലിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിനെ നമ്മുടെ അടിമയാക്കുവാൻ സാധിക്കണം. നാം പറയുന്ന പോലെ മനസ്സ് ചിന്തിക്കുവാനും മനസ്സ് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. അതിന് ഈഗോയെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. എക്കാർട്ട് ടോളെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓവർ തിങ്കിങ്ങിലൂടെ മനുഷ്യൻ പ്ലഷർ കണ്ടെത്തുകയാണ്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കുന്നതിലൂടെ, അസൂയപ്പെടുന്നതിലൂടെ, അത്യാഗ്രഹപ്പെടുന്നതിലൂടെ, ഒപ്പം തന്നെ ടെൻഷൻ അടിക്കുന്നതിലൂടെ ഒക്കെ മനുഷ്യന് പ്രത്യേക പ്ലഷർ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ സ്വസ്ഥത കണ്ടെത്തുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഓവറോൾ പീരീഡ് ഓഫ് ടൈമിൽ, കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ പ്ലഷർ ഒരു പെയിനായി മാറുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഈഗോ പോലുള്ള നെഗറ്റീവായ ചിന്തകളെല്ലാം, മനസ്സിന്റെ അടിമയായി നാം പോകുന്ന അവസ്ഥയെല്ലാം ലോങ് ടേമിൽ വലിയ വേദന, പെയിൻ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റേണ്ടത് ആവശ്യമാണ്. ഈ മനസ്സിന്റെ കൺട്രോൾ നാം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇന്നിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ മനസ്സ് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. മനസ്സ് നമ്മെ കടിഞ്ഞാണിട്ടുകൊണ്ട് നാളെയിലേക്കും ഇന്നലെയിലേക്കും എല്ലാം കൊണ്ടുപോയി ഇന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചങ്ങല, അല്ലെങ്കിൽ മനസ്സിന്റെ താക്കോൽ, അല്ലെങ്കിൽ കടിഞ്ഞാൻ, നിയന്ത്രണം നമ്മുടെ കയ്യിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ
3 കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് റിമൂവ് യുവർ സെൽഫ് ഫ്രം ദ സിറ്റുവേഷൻ. നിങ്ങളെ വരി ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന ആ സിറ്റുവേഷൻ എന്താണ്? ചിലപ്പോൾ പ്രത്യേക സാഹചര്യമായിരിക്കാം, പ്രത്യേക വ്യക്തികളായിരിക്കാം. ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുമോ? രണ്ടാമത്തെ കാര്യം, ആ സിറ്റുവേഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ഒന്നുകിൽ സിറ്റുവേഷൻ ജീവിതത്തിൽ മാറ്റാം, ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില അനുഭവങ്ങളായിരിക്കാം, അത് നമുക്ക് ജീവിതത്തിൽ മാറ്റാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? മാറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്കി അത് മാറ്റാൻ സാധിക്കുമോ? ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? അല്ല, ചേഞ്ച് ചെയ്യാനും പറ്റില്ലാത്ത കാര്യമാണത്. അത് മാറ്റാനും പറ്റില്ല. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? അത് അക്സെപ്റ്റ് ചെയ്യുക, അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഓക്കെ, എനിക്കത് മാറ്റാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധമുണ്ട്, ആ ബന്ധം എനിക്ക് എന്തായാലും മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഈ 3 സൊല്യൂഷൻ അദ്ദേഹം പറയുന്നത്. ഒന്നെങ്കിൽ ആ സിറ്റുവേഷനെ മൊത്തമായി മാറ്റുകയോ സിറ്റുവേഷൻ നമ്മൾ മാറുകയോ ചെയ്യുക, അല്ലെങ്കിൽ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ ഒരു ചിന്താഗതി യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടത്. എക്കട്ടോളെ പറയുകയാണ്, നിങ്ങളുടെ സെൻസസ് നിങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. സെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാം കാണുന്നത്, നാം കേൾക്കുന്നത്, നാം പറയുന്നത്, നാം അനുഭവിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ സെൻസസ് ആണ്, പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്തകൾ നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ് എങ്കിൽ ഓക്കെ, നല്ലതല്ല എങ്കിൽ നാം അതിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മുടെ സെൻസസ്. നാം എന്താണ് ദിനം കാണുന്നത്? നാം സോഷ്യൽ മീഡിയയിൽ കയറി എപ്പോഴും കാണുന്നത് എന്താണ്? അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ എപ്പോഴും വായിക്കുന്നത് എന്താണ്? ഇന്റർനെറ്റിൽ എപ്പോഴും പരതുന്നത് എന്താണ്? കാണുന്നത് ശ്രദ്ധിക്കുക. കേൾക്കുന്നത്, ആരെല്ലാം പറയുന്നതാണ് കേൾക്കുന്നത്? എന്തെല്ലാമാണ് കേൾക്കുന്നത്? നല്ലതാണോ ചീത്തയാണോ? ഇല്ലേ? നാം പറയുന്ന കാര്യങ്ങൾ, നാം കേൾക്കുന്ന കാര്യങ്ങൾ, ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ആസ്വദിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നാം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിലൂടെയാണ് ഇന്റൻഷണൽ ആയിട്ടുള്ള എഫേർട്ടാണ് ഈ പവർ ഓഫ് നൗ അല്ലെങ്കിൽ ഇന്നിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അതിന് മൈൻഡ്ഫുൾനെസ് എന്നാണ് എക്കറ്റോളെ പറയുന്നത്. എൻ്റെ മനസ്സ് എന്ത് ചിന്തിക്കുന്നു, ഞാനിപ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ. മൈൻഡ്ഫുൾനെസ്, എൻ്റെ മനസ്സിനറിയാം ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന്. അല്ലാതെ മനസ്സ് നിയന്ത്രണം വിട്ട് കടിഞ്ഞാണില്ലാതെ മങ്കി മൈൻഡ് പോലെ ഓടിക്കളിക്കേണ്ട ഒന്നല്ല. അത് എൻ്റെ നിയന്ത്രണത്തിൽ, എൻ്റെ കടിഞ്ഞാളിൽ നിയന്ത്രണത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ്. ആ മൈൻഡ്ഫുൾനെസ് പ്രാപിക്കാനായി നമ്മുടെ സെൻസിനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കാണുന്നത് എന്താണ്, ഞാൻ കേൾക്കുന്നത് എന്താണ്, ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ ശ്വസിക്കുന്നത് എന്താണ്, ഞാൻ ആസ്വദിക്കുന്നത് എന്താണ്, ഞാൻ മണക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഒരു മൈൻഡ്ഫുൾനെസ്, അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിന് അദ്ദേഹം പറയുകയാണ്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ബ്രത്തിങ് എക്സസൈസിലൂടെ എല്ലാ ദിവസവും 30 മിനിറ്റ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോധത്തെ അല്ലെങ്കിൽ മനസ്സിനെ നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, ശരീരത്തിന് സ്വാസ്ഥ്യം നൽകുന്ന ആ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് നിരന്തരം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് എക്കറ്റോളെ പറയുകയാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിലേഷൻഷിപ്സ്. തനിയെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും, പക്ഷേ നല്ല ബന്ധങ്ങൾ നമ്മെ നന്നാക്കുവാനായിട്ട് സാധിക്കും. ഫാമിലി അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും നന്നാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ നല്ല സന്തോഷമുള്ള ജീവിതം നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിന്റെ സമ്മറി അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ചേഞ്ച് നൗ, ഇപ്പോൾ ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കുക, ഇപ്പോൾ തന്നെ എടുക്കുക. നാളേക്ക് മാറ്റിവെക്കല്ലേ, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകാം, 1-ാം തീയതി ആകാം, അടുത്ത വർഷം 1-ാം തീയതി ആകാം എന്ന് ചിന്തിക്കരുത്. ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ഈ നിമിഷം തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുമെന്ന് തീരുമാനമെടുക്കുക. രണ്ടാമത് ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, തീരുമാനിച്ചാൽ മാത്രം പോരാ, ഇന്ന് തന്നെ അതിന്റെ ശ്രമം, ഇപ്പോൾ തന്നെ അതിന്റെ ശ്രമം ആരംഭിക്കണം. സ്റ്റാർട്ട് നൗ. എല്ലാം നൗ ആണ്. നാളത്തേക്ക് ഒന്നും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇന്ന് തന്നെ അതിനുള്ള ശ്രമം നാം എടുക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കുവാൻ സാധിക്കുമോ? എനിക്ക് ചേഞ്ച് ചെയ്യണം, എനിക്കിനി വറി ചെയ്യാൻ ആഗ്രഹമില്ല, എനിക്കിനി പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ജീവിക്കാൻ ആഗ്രഹമില്ല, എനിക്കിനി ഈഗോയുമായി ജീവിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തിയുള്ള, ആശ്വാസമുള്ള ജീവിതം എനിക്ക് ആരംഭിക്കണം. അത് ഞാൻ ഇപ്പോൾ തീരുമാനമെടുക്കുകയാണ്, ഇപ്പോൾ തന്നെ ആക്ട് ചെയ്യുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു മാറ്റം കൊണ്ടുവരും. സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.